രാജസ്ഥാനിലേക്ക് അവിടെ കാലിക്കണ്ടിൽ കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരന് രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൗത്യം ഇപ്പോഴും നീളുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഇങ്ങനൊരു കുഞ്ഞ് കുഴൽക്കിണറിൽ വീണത്. 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച രക്ഷാദൗത്യം ഇപ്പോഴും അവിടെ തുടരുകയാണ്. NDRFിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം അവിടെ രാജസ്ഥാനിൽ പുരോഗമിക്കുന്നത്. അച്യുതൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അച്യുതൻ, ഈ കുഞ്ഞിന് ശ്വാസം നൽകാൻ കഴിയുന്നുണ്ടോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? SK രാജസ്ഥാനിലെ ദൗസയിലെ ഖാലിഗണ്ട് ഗ്രാമത്തിൽ ഇന്നലെയാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഖാലിഗണ്ട് ഗ്രാമത്തിലെ ഒരു കുഴൽക്കിണറിൽ 5 വയസ്സുള്ള ഒരു കുട്ടി ഈ കുഴൽക്കിണറിൽ പെട്ടതായാണ് വിവരം ലഭിക്കുന്നതും. എന്നാൽ ഉച്ചയോടുകൂടി തന്നെ SDRF സംഘത്തിൻ്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ആരംഭിച്ചിരുന്നു. ആദ്യം നിലവിൽ ചെയ്തത് അടിയന്തരമായി ഓക്സിജൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ജീവൻ നിലനിർത്തുന്നതിന് എത്തിക്കുക എന്ന ദൗത്യമാണ് നടത്തിയത്. അത് കൃത്യമായി ഓക്സിജൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കുഴൽക്കിണറിനുള്ളിലേക്ക് നൽകാൻ SDRFിന് കഴിഞ്ഞു. കുട്ടി സുരക്ഷിതമെന്നാണ് കളക്ടറും നിലവിൽ NDRFും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കുട്ടിക്ക് ഈ ഇതിനകത്തുപെട്ട കുട്ടിക്ക് ആഹാര സാധനങ്ങൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്ക NDRF അറിയിക്കുന്നുണ്ട്. അതിന് പറയുന്നൊരു കാരണം എന്നുള്ളത്, ഈ ആഹാര സാധനങ്ങൾ ഇതിനുള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുട്ടി ഈ ആഹാര സാധനങ്ങൾ എടുക്കുന്ന ആ ഒരു ശ്രമം അത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഈ കുഴൽക്കിണറിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ കുട്ടിയുള്ള സ്ഥലത്ത് നിന്നും താഴേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി കൂടിയാണ് ആഹാരം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ നൽകാതിരിക്കുന്നത്. പക്ഷേ കുട്ടിയുടെ നിലവിലെ സ്ഥിതി അത് സുരക്ഷിതമാണ് എന്ന ഒരു റിപ്പോർട്ടാണ് NDRF നൽകുന്നത്. 250 അടി താഴ്ചയുള്ള ഒരു കുഴൽക്കിണറാണ്. എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ചതാണ്. 24 മണിക്കൂറും പിന്നിട്ട് ആ രക്ഷാദൗത്യം തുടരുന്നു. JCBയുടെ സഹായത്തോടും ഹിറ്റാച്ചിയുടെയൊക്കെ സഹായത്തോടു കൂടി കുഴൽക്കിണറിന് സമീപം മണ്ണ് നീക്കിക്കൊണ്ട് ഒരു സമാന്തരമായ ഒരു രക്ഷാപ്രവർത്തനവും കൂടി ഈ മേഖലയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആ രീതിയിൽ കുഴൽക്കിണർ തകർത്ത് കുട്ടിയെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ തുടരുകയാണ്. സ്കെയിൻ ഓക്കെ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാജസ്ഥാനിലെ കാലികണ്ടിലാണ് ഈ സംഭവം. കുഴൽക്കിണറിൽ വീണ 5 വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം NDRF അവർ തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുഞ്ഞിങ്ങനെ കുഴൽക്കിണറിൽ പെട്ടുപോയത്. മൂടാത്ത കുഴൽക്കിണറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ മൂടി വയ്ക്കണം നമ്മൾ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ഈ കുഴൽക്കിണറിൽ വീഴുന്ന സംഭവങ്ങൾ അസാധാരണമല്ല. പല സംസ്ഥാനത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. കുഴൽക്കിണറിൽ മൂടാതെ കുഴൽക്കിണർ ഇട്ടേക്കും, അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. സീന മുഹമ്മദ് പറയുന്നു, ഈ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോൾ മാളുട്ടി ഈ കുഴൽക്കിണറിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശരിക്കും ഈ കുഞ്ഞിന് ഓക്സിജനൊക്കെ നൽകാൻ കഴിയുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ. സീന മുഹമ്മദ് പറയുന്നത്, ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ് മാളുട്ടി സിനിമ ഓർത്തുപോയി. മാളുട്ടി അത് സിനിമയാണ്, നമുക്കത് രംഗമൊക്കെ ആദ്യമേ തീരുമാനിക്കാം. ഇതങ്ങനെയല്ല, ഒരു അത്യാഹിതം സംഭവിച്ചു പോയതാണ്. എന്തായാലും ഈ കുഞ്ഞ് രക്ഷപ്പെടും എന്ന് നമുക്കറിയാം. ഒരുപാട് അമ്മമാർ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് എന്ന് എനിക്കറിയാം ഈ കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി.